തോൽപ്പിച്ചാൽ ഇവിടെ പാർട്ടിക്കാർ കൂടും, UDF നേതാക്കന്മാർ കൂടും, നിങ്ങൾ വിളിക്കും, ചോദിച്ചത് മുഴുവൻ തന്നിട്ട് ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടി? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഒരു സ്ഥാനാർത്ഥിയാണ്. 15 കൊല്ലം നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഏറ്റവും അധികം വികസനം. അവസാനം 5 ലക്ഷം രൂപയുള്ള ഐമാക്സ് ലൈറ്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അങ്ങാടിയിൽ കഴിഞ്ഞ അടിച്ചാൽ പോലെ വോട്ടിക്ക് റിക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഏറനാട് നിയോജകമണ്ഡലത്തിൽ ഈ ബൂത്ത് നിന്ന് ലഭിക്കണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന. കിട്ടൂലേ? തരൂലേ? നിങ്ങളത് പറഞ്ഞായിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് സഹോദരന്മാരോടും പറയാനുള്ളത് കാരണന്മാര് ഏതായാലും ഉഷാറാണ്. നിങ്ങളത് സജീവമായിട്ട് വളരെ രീതിയിൽ എല്ലാവരും പ്രവർത്തിച്ചാൽ നല്ല റിക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം. എല്ലാ അർത്ഥത്തിലും വികസനം വന്ന ഒരു നിയോജക മണ്ഡലമാണ് ഏറനാട്. ഇനിതാ വരാൻ പോകുന്നത് 104,65,00,000 ചെലവിൽ 1,00,000 സ്ക്വയർ ഫീറ്റിലാണ് ആധുനിക രീതിയിലുള്ള ഒരു താലൂക്ക് ആശുപത്രിക്ക് കെട്ടിടം അരീക്കോട് പൂക്കോട് ചാലിൽ വരുന്നത് എന്ന് കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചത്. അവിടെ 100 ബെഡുള്ള ആശുപത്രി, 16 ഡിപ്പാർട്ട്മെന്റിലുള്ള ആശുപത്രി, CT സ്കാൻ അടക്കമുള്ള എല്ലാ സൗകര്യമുള്ള ഒരു താലൂക്ക് ആശുപത്രിയുള്ള കെട്ടിടം, അതിന്റെ അനുബന്ധ ഉപകരണങ്ങളൊക്കെ അടക്കം ഒരു 1.5 കൊല്ലം കൊണ്ട് അതിന്റെ പണി പൂർത്തിയാകുമ്പോൾ മനോഹരമായ ഒരു ആശുപത്രി ഒരു വെളിപ്പാടകനെ അരീക്കോട് ഉണ്ടാകാൻ പോവുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് നമ്മൾ ഫണ്ട് കൊടുത്തു. ഉസ്മാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് 1,21,00,000 രൂപ സംസ്ഥാന കേന്ദ്ര ഫണ്ട്, 1 കോടി രൂപ MLA ആസി ഫണ്ട്, 1,20,00,000 രൂപയുടെ വർക്ക് കഴിഞ്ഞു. ഇനി 1 കോടി രൂപയുടെ വർക്ക് നടന്നുകൊടുക്കും. അങ്ങനെ അതോടെ ഞാൻ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും. ഞാൻ കഴിഞ്ഞ ടൈമില് MLA ആയപ്പോൾ 2015-16 ഈ റോഡ് കാവനൂർ നിന്ന് കൊയ്യമ്പറമ്പ് വരെയുള്ള ഈ റോഡ് റബ്ബറൈസ് ചെയ്തത്. അതുപോലെ ഉൾപ്രദേശങ്ങളുള്ള എല്ലാ വാഹനങ്ങളും സ്കൂളിലെ സ്കൂളിൽ കെട്ടിടങ്ങൾ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്തു. വികസനം മാത്രമല്ല, ഇവിടെ ഉസ്മാൻ സൂചിപ്പിച്ചു, ആധുനിക രീതിയിലുള്ള ഒരു ക്യാൻസർ ആശുപത്രി എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു വെളിപ്പാടകലെ എടവണ്ണയിലെ CDRG ക്യാൻസർ ആശുപത്രി. എൻ്റെ മകൾ 15-ാമത്തെ വയസ്സിൽ എൻ്റെ മകൾ ക്യാൻസർ ബാധിതയായി 19-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഞാൻ അന്ന് അനുഭവിച്ച പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഞാൻ MLA ആയപ്പോൾ ഇതുപോലുള്ള രോഗം സാധാരണക്കാരന്റെ ഇടത്തരക്കാരന്റെ ഇങ്ങനെ കൂടിച്ചേർന്ന് വരുമ്പോ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം മതേതരമായ ഒരു കേരളത്തെ തകർക്കുക എന്നുള്ളതാണ്. BJPക്ക് UDF അധികാരത്തിൽ വരാതിരിക്കാനാണ് BJPയുടെ ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വന്നാലും വേണ്ടിയില്ല. ആ കോൺഗ്രസിനെയും UDFനെയും തോൽപ്പിച്ചാൽ ഞങ്ങൾക്ക് കേരളം അധികാരം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന പിണറായിയെയും തോൽപ്പിക്കണമെന്ന് പറയുന്ന നരേന്ദ്രമോദിയും ഒരേ അച്ചുതണ്ടുകളായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ സമൂഹത്തോട് ഒരു കാര്യം പറയുന്നത്. ഈ നാട് ജനാധിപത്യമാണ്, ഈ നാട് മതേതരത്വമാണ്. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാർസിക്കാരും ഒക്കെ തോളോട് തോളുരുമ്പി ജീവിക്കുന്ന ഒരു മണ്ണിൽ ഈ മണ്ണിന്റെ സാഹോദര്യം നിലനിൽക്കണം, ഈ മണ്ണിന്റെ സൗഹൃദം നിലനിൽക്കണം, ഈ മണ്ണിന്റെ രാഷ്ട്രീയം നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു സെമി ഫൈനലാണ്. ഈ സെമി ഫൈനൽ എങ്ങനെയാണോ ജനങ്ങൾ അവരുടെ ജനഹിതം എഴുതുന്നത്, ആ ജനഹിതത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ നാട്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരിക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ജനങ്ങളാണ് ഏറ്റവും നല്ല വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നൽകിയത്.